ഹായ്, എല്ലാവർക്കും വിഷ്ണുശാലിനിയുടെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ശാലിനി പറയുകയാണ്, വേറെ ഏതോ ലോകത്ത് ചെന്നപ്പെട്ടതുപോലെ. ഏതോ സ്വപ്ന ലോകത്ത്. അന്നേരം വിഷ്ണു പറയുകയാണ്, ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇയാള് ശരിക്കും ഭാഗ്യവാനാണ്. അതറിയാൻ കുറച്ചു സമയം കൂടി കഴിയണം. അന്നേരം ശാലിനി ചോദിക്കുകയാണ്, അതെന്താ അങ്ങനെ പറഞ്ഞത്? അതില്ല, ഇതിപ്പോൾ മൊത്തം ചുറ്റി നടന്ന് കണ്ടാലല്ലേ അതിന്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. അത് ശരി. അല്ല, നേരത്തെ കണ്ടവരൊക്കെ ഇവിടത്തെ സ്ഥിരം ജോലിക്കാരാണോ? അതെ. പിന്നീട് ശാലിനി ചോദിക്കുകയാണ്, ഇത് എത്ര ഏക്കർ ഉണ്ടാകും? ഇതിപ്പോ ഇത് എന്നും പറഞ്ഞ് വിൽക്കുകയാണ് വിഷ്ണു. അന്നേരം ശാലിനി ചോദിക്കുകയാണ്, സ്വന്തം കൃഷിസ്ഥലം എത്ര ഏക്കർ ഉണ്ടെന്ന് അറിയില്ല അല്ലേ? അല്ല, സ്ഥലം എത്രയാണെന്ന് വെച്ചാൽ സ്ഥലം ദോപ്പയ്യയുടേത് അല്ലേ? 10-12 ഏക്കർ കാണും. വിഷ്ണു മനസ്സിൽ കരുതുകയാണ്, ഇവിടത്തെ സ്ഥലം എന്തിനാണ് മോളെ നീ അളക്കുന്നത്? നിന്റെ മനസ്സിൽ നിനക്ക് എത്ര സ്ഥലമുണ്ടെന്ന് ചോദിക്കുക. അത് മൊത്തം നിനക്കായിട്ട് ഇങ്ങനെ നീണ്ടു പരന്ന് കിടക്കുകയല്ലേ? ശാലിനി ചോദിക്കുകയാണ്. അതെ. പുഴയുടെ ശബ്ദം. ഇവിടെ അടുത്ത് പുഴയുണ്ടോ? കാണുമായിരിക്കുമെന്ന് അലക്ഷ്യമായി പറയുകയാണ് വിഷ്ണു. കാണുമായിരിക്കുമെന്നോ? അതും അറിയില്ലേ? ഉണ്ട്, പുഴയുണ്ട്. ഞാനൊക്കെ പുഴയിലല്ലേ കുളിക്കുന്നത്. എങ്കിൽ എന്താ പുഴയുടെ പേര്? അത് ആലോചിച്ച ശേഷം കാട്ടരുവി കാട്ടരുവി എന്ന് പറയുകയാണ് വിഷ്ണു. ശാലിനി ചോദിക്കുകയാണ്, ഇയാൾക്ക് ആകപ്പാടെ എല്ലാത്തിലും സംശയമാണല്ലോ, എന്തു പറ്റി? വിഷ്ണു മനസ്സിൽ പറയുകയാണ്, സംശയമില്ലാത്ത ഒരൊറ്റ കാര്യമേ ഉള്ളു മോളെ, എനിക്ക് നിന്നോടുള്ള പ്രണയം. നീ എന്റെ കണ്ണുകളിലേക്കൊന്ന് നോക്ക്. അവിടെ നിനക്ക് നിന്റെ ദേവി വിഗ്രഹം കാണാം. അതിനുശേഷം വിഷ്ണു ശാലിനിയുടെ കണ്ണുകളിലേക്ക് നോക്കുകയാണ്. ശാലിനിയും തിരിച്ചു നോക്കുന്നു. പിന്നീട് ശാലിനി ചോദിക്കുകയാണ്, ഇനി എങ്ങോട്ട്? ഒന്നും മിണ്ടാതെ ശാലിനിയെ തന്നെ വിഷ്ണു നോക്കി നിൽക്കുമ്പോൾ കൈകൊണ്ട് മുഖത്തെ മറച്ചുകൊണ്ട് ശാലിനി ചോദിക്കുകയാണ്, ഹലോ. എന്താന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ വീണ്ടും ശാലിനി ചോദിക്കുകയാണ്, ഇനി ഏത് വഴിയാണ് പോകേണ്ടതെന്ന്? എന്നാ നമുക്ക് ആ വഴി പോകാമെന്നും പറഞ്ഞു വേറൊരു വഴി ചൂണ്ടിക്കാട്ടുകയാണ് വിഷ്ണു. അന്നേരം ഫോണുമായി നിൽക്കുന്ന കമലൻ ദാസനോട് പറയുകയാണ്, നീ ആ കസേര ഇങ്ങെടുത്തെ. ശ്യാമമോള് ഇവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യട്ടെ. നീ ആ ഇയർഫോൺ കൂടി എടുത്തു കൊടുക്ക്. അതേസമയം വീട്ടിൽ രാജീവും ഓൺലൈൻ ക്ലാസ്സിനായുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. കാവ്യയും ഫോൺ ഓണാക്കുകയാണ്. ഫ്ലാസ്കിൽ നിന്നും കട്ടൻ ചായ ഒഴിച്ചു കുടിച്ച് ലാപ്ടോപ്പ് ഓണാക്കുകയാണ് രാജീവ്. അതേസമയം ദാസൻ ശ്യാമയ്ക്ക് കസേരയുമായി എത്തുകയാണ്. കാവ്യ ഫോൺ ഓണാക്കുമ്പോൾ പുറകിൽ നിന്ന് ശ്രദ്ധിക്കുകയാണ് ശാരിക. രാജീവ് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ക്ലാസ് തുടങ്ങുകയാണ്. രാജീവ് പറയുകയാണ്, എനിവേ സോറി, ഞാനൊരു 5 മിനിറ്റ് താമസിച്ചു പോയി. ആക്ച്വലി പഞ്ച്വാലിക്ക് ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്ത ആളാണ് ഞാൻ. എന്നിട്ടും അത് സംഭവിച്ചതിന് റിയലി സോറി. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാമെന്ന് പറയുമ്പോൾ ഒരുപാട് ചുമക്കുകയാണ് രാജീവ്. രാജീവ് പറയുകയാണ്, സോറി, എനിക്ക് ഒട്ടും സുഖമില്ലാത്ത അവസ്ഥയിലാണ്. കുറച്ച് നാൾ നമുക്ക് ഓൺലൈൻ ക്ലാസ് എടുക്കേണ്ടി വരും. ഇതൊക്കെ കണ്ട് വളരെയധികം വിഷമിക്കുകയാണ് ശാരിക. അതേസമയം വിഷ്ണുവിനെയും ശാലിനിയെയും ശ്രദ്ധിക്കുകയാണ് കമലനും ദാസനും. ദാസൻ പറയുകയാണ്, ഡാ, നമുക്ക് ചെന്നേ ആശാന്റെ പഞ്ചാര ഏതുവരെ ആയെന്ന് നോക്കിയിട്ട് വരാം. അമ്മ മോളെ, ഞങ്ങൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് വിഷ്ണുവിന്റെ അടുത്തേക്ക് പോവുകയാണ് ദാസനും കമലനും. റബ്ബർ തോട്ടത്തിലേക്ക് നടന്നതിന് ശേഷം ദാസനും കമലനും പറയുകയാണ്, അവരെ ഇവിടെ എങ്ങും കണ്ടില്ലല്ലോ. വലിയ ചാൻസ് അല്ലേടാ. ആശാനാണെങ്കിൽ ചെറിയ വിറയലും കൂടി ഉണ്ട്. സമയമെടുക്കട്ടെ, പകലിങ്ങനെ നീണ്ടു കിടക്കുകയല്ലേ. ദാസൻ പറയുകയാണ്, എവിടെന്ന്? പകലിന് 100 മണിക്കൂറുണ്ടെങ്കിലും ആശാൻ ഇനി ഐ ലവ് യു പറയുമോ എന്ന് കണ്ടു തന്നെ അറിയണം. നോക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് നടക്കുകയാണ് രണ്ടുപേരും. ഒരു കമുകിന്റെ ഓല മറയായി പിടിച്ച് രണ്ടുപേരും ശാലിനിയെയും വിഷ്ണുവിനെയും ശ്രദ്ധിക്കുകയാണ്. രണ്ടുപേരും ഇങ്ങനെ നടക്കുന്നത് കണ്ട് ദാസൻ ചോദിക്കുകയാണ്, ഇതെന്താടാ വിഗതകുമാരൻ സിനിമ പോലെ? അധികം ഡയലോഗൊന്നും ഇല്ലല്ലോ. ആദ്യമായിട്ട് പ്രേമം പറയുന്നതല്ലേടാ, അതിന് കുറച്ച് സമയമെടുക്കും. വെച്ചാൽ ഇനിയും സമയമെടുക്കുമെന്ന് കമലൻ പറയുകയാണ്. മിക്കവാറും. ദാസൻ പറയുകയാണ്, എടാ, അങ്ങനെയാണെങ്കിൽ അപകടമുണ്ട്. ആശാൻ തന്റെ ഹൃദയ രഹസ്യം വെളിപ്പെടുത്താൻ തുടങ്ങുന്ന സമയത്ത് ശ്യാമ ക്ലാസ് കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നാലോ? കമലൻ ചോദിക്കുകയാണ്, അത് ശരിയാണല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, അവളുടെ അടുത്തേക്ക് ചെല്ല്. എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുക. ക്ലാസ് കഴിയുന്നത് വരെ അവൾ ഒന്നും അന്വേഷിച്ച് ഇങ്ങോട്ട് വരരുത്. പിന്നെ മാക്സിമം സമയം അവിടെ തന്നെ പിടിച്ചു നിർത്താനും നോക്ക്. ഞാനൊന്നും ഇഷ്ടമില്ലാതെ ചോദിക്കുകയാണ് ദാസൻ. പിന്നല്ലാതെ ആര്? അപ്പോൾ എനിക്ക് ഇവിടത്തെ സീൻ നഷ്ടമാവില്ലേ? സീൻ? ആശാൻ ഏട്ടത്തിയമ്മയോട് പ്രണയം വെളിപ്പെടുത്തുന്ന ആ സീൻ, ഐതിഹാസികമായ സീൻ. പ്പെട്ട് കമലൻ പറയുകയാണ്, അതൊക്കെ കാണാനും സപ്പോർട്ട് ചെയ്യാനും ഞാൻ ഇവിടെ തന്നെയുണ്ട്. നീ ഇപ്പൊ ചെന്ന് സംഗതി പൊളിയാതിരിക്കാൻ ആ കൊച്ചിനെ ഒന്ന് മാനേജ് ചെയ്യ്. നിൽക്കുന്ന ദാസനെ ഒന്ന് പോടാന്നും പറഞ്ഞ് തള്ളി പറഞ്ഞു വിടുകയാണ് കമലൻ. ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ശ്യാമയോട് ദാസൻ വന്ന് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് മോളെ പഠിപ്പൊക്കെ? ാറല്ലേന്ന് ചോദിക്കുമ്പോൾ മിണ്ടരുതെന്ന് ആംഗ്യം കാണിക്കുകയാണ് ശ്യാമ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം, എന്ത് സഹായത്തിനും ഞാനുണ്ട് ഇവിടെ. ഫോൺ മാറ്റിയിട്ട് ശ്യാമ ചോദിക്കുകയാണ്, ചേട്ടൻ എന്താ വേണ്ടത്? എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചതാണ്. അന്നേരം ശ്യാമ പറയുകയാണ്, നോട്ട് എഴുതാൻ ഒരു ബുക്കും പേനയും കിട്ടിയിരുന്നെങ്കിൽ സമാധാനമായിരുന്നു.
ഇപ്പോഴേ റെഡി, ഇവിടെ തന്നെ ഇരുന്നാൽ മതി. അല്ലേ ഇപ്പൊ കൊണ്ടുവരാമെന്ന് പറഞ്ഞു പോവുകയാണ് ദാസൻ. അതിനുശേഷം ഒരു ബുക്കും പേനയും ശ്യാമയ്ക്ക് എടുത്തുകൊണ്ടുവന്ന് കൊടുക്കുകയാണ് ദാസൻ. എന്ന് ശ്യാമ പറയുമ്പോൾ ദാസൻ ചോദിക്കുകയാണ്, അത് ഞാൻ അങ്ങോട്ടല്ലേ പറയേണ്ടത്? എന്തിനെന്ന് ചോദിക്കുമ്പോൾ വിക്കി വിക്കി ദാസൻ പറയുകയാണ്, അല്ല അതിഥി ദേവോ ഭവ എന്നാണല്ലോ. ദാസൻ പറയുകയാണ്, ഇവിടെ ക്ലാസ്, അവിടെ ആശാന് പരീക്ഷ. ഉണ്ടാകുമോ എന്തോ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ് ദാസൻ. പിന്നീട് കാണിക്കുന്നത് റബ്ബർ എസ്റ്റേറ്റിന്റെ മറ്റൊരു ഭാഗത്തിരുന്ന് ചാരായം വാറ്റുന്ന ബാലചന്ദ്രനെയും കൂട്ടരെയുമാണ്. വാറ്റുന്ന ചാരായമല്ല, രുചിച്ചു നോക്കുകയാണ് ബാലചന്ദ്രൻ. അതേസമയം അവിടെ ഒരു തേനീച്ചക്കൂടും കാണിക്കുന്നുണ്ട്. ചന്ദ്രൻ പറയുകയാണ്, ഡാ കുപ്പി ഒന്ന് നേരെ വെക്ക്, വാറ്റുന്ന ഓരോ തുള്ളിയും വിലപ്പെട്ടതാണ്. ചാരായദാനം മഹാദാനം എന്ന് കേട്ടിട്ടില്ലേ നീ? സോറി ബാലണ്ണ, കുടുംബശ്രീയുടെ മുറ്റത്ത് കള്ളുഷാപ്പ് തുടങ്ങാൻ പറ്റിയില്ലെങ്കിലും പാരലായിട്ട് ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ഒരു ജോലിയായി. ഷാപ്പിലെ ആന്റപ്പൻ മുതലാളി ഇപ്പോഴും 100-ൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ പുതിയ അസിസ്റ്റന്റ് കമ്മീഷണർ ഇല്ലേ, അവര് കയറി ഇടങ്കോലിട്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയമെടുക്കും തടസ്സങ്ങളൊക്കെ മാറാൻ. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഒരു കണക്കിന് ഇത് തന്നെയാണ് നല്ലത്. ഷാപ്പിലാകുമ്പോൾ കള്ളും സ്പിരിറ്റും ഒക്കെ വില കൊടുത്ത് വാങ്ങേണ്ടി വരും. ഇതിപ്പോ നമ്മുടെ സ്വന്തം ഉൽപ്പന്നമല്ലേ, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നത്. ആർക്കും കമ്മീഷനും കൊടുക്കണ്ട, മാസപ്പടിയും വേണ്ട. മാങ്ങയും നെല്ലും ഒന്നും കിട്ടിയില്ലെങ്കിലും ബാറ്ററിയും പഴുതാരയും അട്ടയും ഒക്കെ ഇട്ട് ബാലചന്ദ്രൻ സംഗതി ഒപ്പിച്ചിരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അയ്യോ ഒന്ന് പതുക്കെ പറ ബാല, നമ്മളിവിടെ ബാറ്ററി ഇട്ടാണ് വാറ്റുന്നത് അറിഞ്ഞാൽ ആരെങ്കിലും വാങ്ങിച്ചു കുടിക്കുമോ സാധനം? കള സയനൈഡ് ഇട്ടാണ് വാറ്റുന്നതെന്ന് അറിഞ്ഞാലും നമ്മുടെ ആൾക്കാര് സാധനം കിട്ടില്ല എന്നറിഞ്ഞാൽ വാങ്ങിക്കും. അങ്ങനെയല്ലേ കൊറോണയുടെ സമയത്ത് പോലും കുറെ എണ്ണത്തിന്റെ ഫീസ് അടിച്ചു പോയത്. പിന്നീട് ബാലചന്ദ്രൻ അവരോട് ദേഷ്യപ്പെടുകയാണ്, ഇതാരാടാ പൊട്ടിയ കുപ്പിയൊക്കെ ഇവിടെ കൊണ്ടുവച്ചത്? ചാരായത്തിന്റെ കൂടെ കുപ്പിച്ചില്ല് ഫ്രീ ആണോ എന്ന് പറഞ്ഞ കുപ്പി ദൂരേക്ക് ബാലചന്ദ്രൻ എറിയുമ്പോൾ അത് ചെന്ന് കൊള്ളുന്നത് തേനീച്ചക്കൂടിലാണ്. ഏറുകൊണ്ട് ഒരു തേനീച്ചക്കൂട് താഴെ വീഴുകയാണ്. അതിൽ നിന്ന് തേനീച്ചകൾ കൂട്ടത്തോടുകൂടി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അന്നേരം ബാലചന്ദ്രനെ ഗോപാലകൃഷ്ണൻ ഫോൺ ചെയ്യുകയാണ്, അളിയ ഞാനിവിടെ കല്ലാറ്റിനടുത്തുള്ള എസ്റ്റേറ്റിലാണ്, ഒരു ഉഗ്രൻ സാധനം വാറ്റി റെഡിയാക്കുന്നുണ്ട്, വരുന്നെങ്കിൽ വാ നമുക്കൊന്ന് കൂടാം, ഈ ഇറച്ചിയും കൊണ്ട് ആളിപ്പോൾ വരും. നേരം ബാലചന്ദ്രനെ ഓരോ തേനീച്ചകൾ കൊത്തുകയാണ്. അതിനെ അടിച്ചുകൊണ്ട് ബാലചന്ദ്രൻ പറയുകയാണ്, ഈ ചക്കക്കൊതുകളുടെ ഒരു കാര്യം. ബാലചന്ദ്രൻ ഫോണിൽ പറയുകയാണ്, അളിയ കുഴപ്പമൊന്നുമില്ല, കണ്ണൊന്നും അടിച്ചു പോകില്ല, ഇവിടെ ഓരോരുത്തർമാർക്കും കൊടുത്ത് ടെസ്റ്റ് ചെയ്തിട്ടല്ലേ ഞാൻ കുടിക്കൂ. പോരെങ്കിൽ ഇന്നത്തെ സാധനത്തിൽ ബാറ്ററിയും അട്ടയും ഒന്നുമില്ല, തികച്ചും പ്രകൃതിയുടെ മിശ്രിതമാണ്, നമ്മൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ സാധനം. വീണ്ടും തേനീച്ചകൾ ബാലചന്ദ്രനെ കൊത്തുമ്പോൾ ഒന്ന് മുകളിലേക്ക് നോക്കുകയാണ് ബാലചന്ദ്രൻ. അപ്പോൾ കൂട്ടം കൂട്ടമായി വരുന്ന തേനീച്ചക്കൂട്ടത്തെ കാണുകയാണ് ബാലചന്ദ്രൻ. തേനീച്ചകളുടെ കൊത്തുകൊണ്ട് ബാലചന്ദ്രൻ വിളിക്കുകയാണ്, എടാ കുട്ടപ്പായി, കാട്ടു തേനീച്ചകൾ കൂട്ടമായിട്ട് ഇറങ്ങി, ഓടിക്കോടാ. അങ്ങനെ എല്ലാവരും കൂടി അവിടെ നിന്ന് ഓടുകയാണ്. പിന്നീട് ഓൺലൈൻ ക്ലാസ് തകൃതിയായി നടക്കുകയാണ്. കുറച്ചു കഴിഞ്ഞ ശേഷം കാവ്യ ശാരികയോട് പറയുകയാണ്, ചേച്ചി ഞാൻ കുളിമുറിയിൽ പോയൊന്ന് മുഖം കഴുകിയിട്ട് വരാം, നന്നായി ഉറക്കം വരുന്നു. നേരം കാവ്യ വെച്ചിട്ട് പോയ ഫോൺ എടുത്ത് നോക്കുകയാണ് ശാരിക. ക്ലാസ് എടുക്കുന്നതിനിടെ പെട്ടെന്ന് ശാരികയുടെ മുഖം കണ്ടു നോക്കുകയാണ് രാജീവ്. അന്നേരം അയ്യോന്നും പറഞ്ഞ് ശാരികയുടെ കയ്യിൽ നിന്നും ഫോൺ താഴെ വീഴുന്നു. ശാരികയെ കണ്ട് നോക്കി നിൽക്കുകയാണ് രാജീവ്. അന്നേരം ശ്യാമയും ശാരികയെ കാണുകയാണ്. ശാരികയെ കണ്ട് അയ്യോ ചേച്ചി എന്ന് പറയുകയാണ് ശ്യാമ. അന്നേരം അവിടെ താഴെ ഇരുന്ന ദാസൻ ചാടി എഴുന്നേൽക്കുകയാണ്. ചേച്ചിയോ, അതെവിടെന്ന് വന്നു? അവനോട് ഞാൻ പറഞ്ഞതാണല്ലോ സിഗ്നൽ തരാൻ, എവിടെ ചേച്ചി എന്ന് ദാസൻ ചോദിക്കുമ്പോൾ ഫോൺ ചൂണ്ടിക്കാട്ടുകയാണ് ശ്യാമ. മൊബൈലിലോ എന്ന് ചോദിച്ച് അടുത്തേക്ക് വരികയാണ് ദാസൻ. അതേന്ന് എന്റെ വല്യേച്ചി ശാരിക. ആശ്വസിച്ചുകൊണ്ട് ദാസൻ പറയുകയാണ്, വല്യേച്ചിയാണോ? കൊച്ചെന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. എന്തിനാ പേടിക്കുന്നത്? ഒന്നുമില്ലാന്ന് പറഞ്ഞ് ആശ്വസിക്കുകയാണ് ദാസൻ. ശ്യാമ ആലോചിക്കുകയാണ്, ചേച്ചി എങ്ങനെയാ ഓൺലൈൻ ക്ലാസ്സിൽ, അതും എന്റെ മൊബൈലിൽ? ആവിയാണല്ലോ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഒന്ന് ചിരിക്കുകയാണ് ശ്യാമ. പെട്ടെന്ന് ശാരിക എന്ന് പറയുകയാണ് രാജീവ്. എന്റെ പേര് രാജീവ് വിളിക്കുന്നത് കേട്ട് പെട്ടെന്ന് ഫോൺ ഓഫ് ആക്കുകയാണ് ശാരിക. നേരം തിരികെ വന്ന കാവ്യ ചോദിക്കുകയാണ്, എന്താ ചേച്ചി? കിവിക്ക് ശാരിക പറയുകയാണ്, അത് ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ എന്റെ കൈ തട്ടി ഫോൺ താഴെ വീണു, ക്ലാസ് കട്ടായെന്നാണ് തോന്നുന്നത്. കാവ്യ പറയുകയാണ്, അത് സാരമില്ല, ക്ലാസ് കഴിയാറായി, ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ശ്യാമയുടെ അടുത്ത് നിന്നും വാങ്ങിച്ചോളാം നോട്ട്സ്. അവൾക്കൊപ്പം ക്ലാസ് അറ്റൻഡ് ചെയ്യാമെന്ന് കരുതിയാണ് ഞാൻ വന്നത്. സാരമില്ല, ശ്യാമ വരുമ്പോൾ പറഞ്ഞാൽ മതി. വിഷ്ണുവും ശാലിയും ഒരിടത്ത് തന്നെ നിൽക്കുകയാണ്. വിഷ്ണു ആണെങ്കിൽ ശാലിനിയോട് പറയാനായി ആകെ പരിഭവിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് ശാലിനി ചോദിക്കുകയാണ്, അതെ ഇനി എത്ര ദൂരമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചുറ്റും നോക്കുകയാണ് വിഷ്ണു. ഇയാളുടെ കൃഷിയിടം എത്ര ദൂരമുണ്ടെന്ന് പോലും ഇയാൾക്കറിയില്ലേ? ഇല്ല, അതിപ്പോ ഓരോ വഴി പോകുമ്പോഴും ഓരോ ദൂരമല്ലേ. ഇവരുടെ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കമലൻ. ശാലിനി ചോദിക്കുകയാണ്, അതെ നമുക്ക് ആ പാറക്കെട്ടിന് മുകളിൽ ഇരുന്നാലോ? പിന്നെന്താ, ഇരിക്കാം, പോകാമെന്ന് പറയുകയാണ് വിഷ്ണു. പാറക്കെട്ടിന് മുകളിലേക്ക് കയറിയിരുന്ന ശേഷം വീണ്ടും ശാലിനിയോട് പറയാനായി ഒരുങ്ങുകയാണ് വിഷ്ണു.
ശാലിനി ചോദിക്കുകയാണ്, അതെ, ഇയാൾക്ക് അഗ്രികൾച്ചറിൽ എങ്ങനെയാ പരിചയം? ആകെ ടെൻഷൻ അടിച്ച് വിഷ്ണു പറയുകയാണ്, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാണ്. എന്തെന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു ചോദിക്കുകയാണ്, അല്ല ശാലിനി എന്താ ചോദിച്ചത്, ഞാൻ കേട്ടില്ല. ഇയാൾക്ക് ഈ കൃഷിയിലൊക്കെ എങ്ങനെയാ താല്പര്യം വന്നതെന്ന്. അങ്ങനെയെന്ന് പറഞ്ഞിട്ട് വിഷ്ണു പറയുകയാണ്, അതിപ്പോ പാരമ്പര്യമായിട്ട് കിട്ടുന്നതല്ലേ. കൃഷിക്കാരനായിരുന്നു അച്ഛൻ, അമ്മയാണെങ്കിലോ കൃഷിയോട് കൃഷി. ഇതൊക്കെ കേട്ട് കമലൻ സത്യഭാമ രാഘവൻ നായർക്ക് ഭക്ഷണം കോരി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. എന്തായാലും ഇയാളെ സമ്മതിച്ചിരിക്കുന്നു. പഠിത്തം കഴിഞ്ഞിട്ട് ഏതെങ്കിലും കോർപ്പറേറ്റ് കമ്പനിയുടെ മുമ്പിൽ കെഞ്ചി നടക്കുന്നതാണ് ഇപ്പോഴത്തെ യുവാക്കളുടെ ശീലം. ഇയാൾ എന്തായാലും അത് മറികടന്നല്ലോ. അല്ല, ഇയാൾ ഏത് കോളേജിലാണ് പഠിച്ചത്? ഞാൻ അത് പഠിച്ചത് എന്നൊക്കെ പറഞ്ഞ് ആലോചിക്കുകയാണ് വിഷ്ണു. ശാലിനി ചോദിക്കുകയാണ്, പഠിച്ച കോളേജിന്റെ പേര് ഓർമ്മയില്ല അല്ലേ? ഞാൻ അത് നമ്മുടെ അജന്ത തിയേറ്ററിലെ അതിനടുത്തുള്ള കോളേജ്. ശാലിനി ചോദിക്കുകയാണ്, അജന്ത തിയേറ്ററിനടുത്തുള്ള കോളേജോ? പഠിച്ച കോളേജിന്റെ പേര് ചോദിക്കുമ്പോൾ ഇങ്ങനെയാണോ പറയുന്നത്? ചെരുപ്പ് വാങ്ങാൻ പോയ കടയുടെ അടയാളം പറയുന്നത് പോലെ. ചോദിക്കുകയാണ്, അല്ല, ഇയാൾ എങ്ങനെയാണ് പറയുന്നത്? അന്നേരം ശാലിനി പറയുകയാണ്, എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും യൂണിവേഴ്സിറ്റി കോളേജ് എന്ന്. തിരിച്ചുകൊണ്ട് വിഷ്ണു പറയുകയാണ്, അതെ, ഞാനും ആ കോളേജിൽ തന്നെയാണ് പഠിച്ചത്, യൂണിവേഴ്സിറ്റി കോളേജ്. കോളേജിനേക്കാളും ഇയാൾക്ക് അജന്ത തിയേറ്റേഴ്സിനോട് എന്തോ അടുപ്പം കൂടുതൽ ഉണ്ടെന്ന് തോന്നുന്നു. സിനിമയ്ക്കാണോ കൂടുതലും പോയിരുന്നത്? വിഷ്ണു പറയുകയാണ്, ഞാൻ ആ തിയേറ്റർ കണ്ടിട്ട് പോലും ഇല്ല. സിനിമാ പോസ്റ്ററിൽ പേരൊക്കെ കണ്ടിട്ടുണ്ട്, അങ്ങനെ ശ്രദ്ധിച്ചതാണ്. കമലൻ കരുതുകയാണ്, യൂണിവേഴ്സിറ്റി കോളേജ്, അജന്ത തിയേറ്റർ, സിനിമാ പോസ്റ്റർ, എന്താശാനെ ഇത്? പെട്ടെന്ന് ഐ ലവ് യു എന്ന് പറയ്. പെട്ടെന്ന് പറയുകയാണ് കമലൻ. കമലൻ ഈ പറയുന്നതൊക്കെ ശ്രദ്ധിക്കുകയാണ് വിഷ്ണു. അതിനുശേഷം വിഷ്ണു പറയുകയാണ്, ശാലിനി, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ശരി, പറഞ്ഞോളൂ. അത് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു പറയാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് തേനീച്ചകളുടെ ശബ്ദം കേൾക്കുകയാണ് വിഷ്ണുവും ശാലിനിയും. രണ്ടുപേരും തിരിഞ്ഞു നോക്കുമ്പോൾ കൂട്ടം കൂട്ടമായി വരുന്ന തേനീച്ചകളെയാണ് കാണുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.